ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനിപ്പം ഒരു 2-3 ചെടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ടൗണിലൊക്കെ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ബോഗൺവില്ലയാണ് മേടിച്ചത്. 3 വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ 2 ബോഗൺവില്ല ഇങ്ങനെ കവറിലും ഒരെണ്ണം പിന്നെ ചെറിയൊരു പോട്ടിലുമാണ് കേട്ടോ തന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് വലിയ പോട്ടിലേക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ് കേട്ടോ. പച്ചക്കറി തൈയും ചട്ടിയും വളമൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിനേജ് ഹോള് സൈഡിലായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഹോളും ഉള്ളൂ കേട്ടോ. ഇപ്പം അധികം വെള്ളം നിൽക്കുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഓടും കഷ്ണവും പിന്നെ കുറച്ച് ചകിരിയും പിന്നെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ അവർ തന്ന വളമുണ്ട് കേട്ടോ, ബയോഡൈറ്റ്. അല്ലെങ്കിൽ ഞങ്ങൾ സൂപ്പർ മീലായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ കൂടെ കിട്ടിയത് ബയോഡൈറ്റാണ്. ബയോഡൈറ്റും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് ഇളക്കിയ മണ്ണും മിക്സാക്കിയതാണ് കേട്ടോ പോട്ടിലേക്ക് നിറച്ചേക്കുന്നത്. ബാക്കി ലച്ചു കൂട്ടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ടോ. അപ്പോൾ അവളെൻ്റെ കൂടെ സഹായിക്കുകയൊക്കെ ചെയ്യുവേ, എന്ത് ചെയ്താലും പുറകെ നടക്കും കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാനിവിടെ ചട്ടിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ റോസ് ബോഗൺവില്ലയും പിന്നെ ബാക്കി 2 വെള്ളയാണ്. 2 ബാക്കി 3-4 ഉണ്ട് കേട്ടോ. മൊത്തം ഒരു മഞ്ഞ കളറുള്ള ബോഗൺവില്ലയും പിന്നെ 2 വെള്ളയും. അപ്പോൾ ഒരു വെള്ള വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇല പോലെയാണ് കേട്ടോ അതിൻ്റെ പൂവ്. മറ്റേതിൻ്റെ വ്യത്യാസമുണ്ട്, അതിൻ്റെ പൂവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വെള്ളയും ഒരു റോസും ഒരു മഞ്ഞയാണ് കേട്ടോ. കുറേ നാളായി 2 ബോഗൺവില്ല മേടിച്ച് നടണം എന്നേ. അപ്പം വേനൽക്കാലത്ത് കാണാൻ രസമുണ്ടെങ്കിലും മഴക്കാലത്ത് നമുക്ക് സങ്കടമല്ലേ ബോഗൺവില്ല കാണുമ്പോൾ. അങ്ങനെ അപ്പം നമുക്കിത് കണ്ടോ, ഇത് കവറിലിരുന്നിട്ട് അതിന് പൂവൊക്കെ വന്ന് ഇലയ്ക്കൊരു ഉഷാറില്ലാത്ത പോലെ ഇരിക്കുകയാണ്. നേരത്തെ മാറ്റേണ്ടതായിരുന്നു. അപ്പം ഈ വീഡിയോ ആണെങ്കിലും ഞാനിപ്പോൾ ഇടുന്നതും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പോട്ടിലേക്കൊക്കെ മാറ്റി ചെടിയൊക്കെ ഉഷാറായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോട്ടിലേക്കും നമ്മുടെ ചെടി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് കിട്ടിയ മണ്ണൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലോണം തന്നെ അങ്ങ് ഇളക്കി കളയുന്നു കേട്ടോ. അപ്പം നമ്മുടെ വളമുള്ള മണ്ണിലേക്ക് അതിൻ്റെ വേരൊക്കെ ഓടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ യൂട്യൂബിലൊക്കെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മുടെ ചെടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് പൂവാകാത്തതിൽ പൂവൊക്കെ ആയിട്ടുണ്ട്, നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടതിലേക്കൊരു വാടി പോലെയാണ്. അപ്പോൾ ആ ചെറിയൊരു കവറിൽ ഒരു ഇത് പോരായിരുന്നു തോന്നുന്നതിന് നേരത്തെ മാറ്റണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ ഒരെണ്ണം പോട്ടിലുള്ളതെന്ന് പറഞ്ഞില്ലേ, ഈ ചെറിയ പോട്ടിലായിരുന്നു. പിന്നെ നമുക്ക് ഇനി ആ പോട്ടിൽ ചെറിയ എന്തെങ്കിലും ചെടി നടണം കേട്ടോ. അപ്പം അങ്ങനെ അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ 4 ബോഗൺവില്ല നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അടുത്തൊരു ചെറിയൊരു പെറ്റൂണി ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു നൈസ് കഷ്ണം, തുമ്പ് പോലത്തെ ഒരു കഷ്ണം ഒരു ചേച്ചി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തളിര് കുഞ്ഞിത്, അപ്പോൾ ഞാൻ വിചാരിച്ചത് പിടിക്കുമെന്ന്. പക്ഷേ ചെറിയ പോട്ടിലായിരുന്നു നട്ടത്. എന്തായാലും നന്നായിട്ട് ഉഷാറായിട്ടൊന്ന് പൂവൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. എന്നാൽ പിന്നെ അതൊരു വലിയ പോട്ടിലേക്ക് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് അതും മാറ്റി. പിന്നെ നമുക്ക് അരലിയ ഉണ്ടായിരുന്നേ. അപ്പോൾ അരലിയ എന്ന് തന്നെയാണോ എല്ലാവരും പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ അങ്ങനെ ഞാൻ അതും വലിയ പോട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. മഞ്ഞിലൊക്കെ നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ധ്യയ്ക്കാണ് ഇട്ട് എടുക്കുന്നത്, അതാണ് ഇത്രയും ക്ലിയറേ ഉള്ളൂ. നേരത്തെ എടുക്കുന്നത് വിചാരിച്ച് മറന്നുപോയി, വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഓർത്തത്. അപ്പോൾ ഇത് കണ്ടോ, റോസ് ബോഗൺവില്ലയിലൊക്കെ നന്നായിട്ടുണ്ട്. അരയിലേക്ക് നല്ല സൂപ്പറായി നിൽപ്പുണ്ട്. നമ്മുടെ പെറ്റൂണിയിലും പൂവുണ്ട്. പെറ്റൂണിൻ്റെ തല മുറിച്ച് ഞാൻ താഴെ തന്നെ കുത്തി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു കമ്പിയൊക്കെ കെട്ടിക്കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.